നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ കാശ് ഓടിക്കും. അമ്മേ എന്താണെങ്കിലും പിന്നെ സംസാരിക്കാം. അമ്മ ഇതും കൊണ്ട് പോവാൻ നോക്ക്. ഓഹോ, ഇപ്പൊ അങ്ങനെയായല്ലേ? നീയല്ലേ ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാന്ന് എനിക്ക് വാക്ക് തന്നത്. ഇപ്പൊ നീ തന്നെ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തുക അല്ലേ? അമ്മ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. തൽക്കാലത്തേക്ക് അമ്മ ഒന്ന് പോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. നോക്കിക്കോ നിർമ്മലേ, എന്റെ മോനെ എന്നിൽ നിന്നും അകറ്റിയെടുക്കാന്നുള്ള മോഹം വെറും വ്യാമോഹ. നടക്കില്ല, നടക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ ഓർത്തോ അത്? എന്താ മോളെ ഞാൻ ചെയ്യേണ്ടത്? പാർവതി എന്നെ ഇനി ഇവിടെ നിൽക്കാൻ അനുവദിക്കുന്നു തോന്നുന്നില്ല. എനിക്കെന്റെ മോനെ വിട്ട് പോകാനും വയ്യ. മരിക്കുന്നെങ്കിൽ അവന്റെ മുന്നിൽ കിടന്ന് മരിക്കണം. 30 വർഷം കഴിഞ്ഞ് തിരികെ കിട്ടിയ മകനെ എങ്ങനെ വിട്ടുപോകുന്നുള്ള സങ്കടമാണ് നിർമ്മലാന്റിക്ക്. പക്ഷേ അതേ 30 വർഷം പോറ്റി വളർത്തിയ മകനെ നഷ്ടപ്പെടുവെന്നുള്ള പേടിയാണ് പാർവതി അമ്മയ്ക്ക്. ഇതിന്റെ വിധി എന്താണെന്ന് എനിക്കറിയില്ല. തീരുമാനിക്കേണ്ടത് ദൈവമാണ്. ദൈവം തീരുമാനിച്ചോളും. എന്തായി നിർമ്മലാമ്മയുടെ കാര്യം? വീണ്ടും അടുക്കള കയറിയോ? ഇല്ല, ആന്റിയോട് ഞാൻ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അതെന്തായാലും നന്നായി. പാവം നന്നായിട്ടൊന്ന് പേടിച്ചു. താൻ എന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ലാന്ന് സ്ഥിരം മറുപടി തന്നില്ല. അതിനർത്ഥം കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് തന്നെയല്ലേ? സത്യം, ഞാനൊരു വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കുകയായിരുന്നു. എങ്കിൽ പറയേ, ഞാൻ കൂടെ കേൾക്കട്ടെ. അല്ല ഗൗതം, ഈ വീട്ടിലിപ്പോ നമുക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. CKCയുടെയും ജ്യോതിർമയുടെയും തലവേദന ഒരു വഴിക്ക്, നിർമ്മലാന്റിയെ കണ്ടുകൂടാത്ത അവസ്ഥയില് ശിവാനിയും വസുന്ധരാന്റിയും. സത്യം പറഞ്ഞ അമ്മയ്ക്കും നിർമ്മലാന്റി അത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നിർമ്മലാന്റിയെ കുറച്ചു നാളത്തേക്ക് സേഫായ വേറെ എവിടേക്കെങ്കിലും മാറ്റിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്താ തനിക്ക് നിർമ്മലാമ്മ ബുദ്ധിമുട്ടായോ? ഞാൻ അങ്ങനെ പറഞ്ഞോ ഗൗതം? ഇല്ലല്ലോ. നോക്ക് നിധി, എന്റെ ജീവന്റെ വിലയാണ് ആ അമ്മയ്ക്കുള്ളത്. ആ അമ്മയുടെ നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ടെത്തി കൊടുക്കാവുന്ന ഒരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവരെയും നിർമ്മലാമ്മ ഇവിടെ തന്നെ നിൽക്കും. എന്റെയോ തന്റെയോ അമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു ഗതികേട് വരുന്നതെങ്കിലോ അഭയം തേടിയെത്തുന്ന വീട്ടിലുള്ളവർ തന്നെ ഇറക്കി വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ? ഇത് നിർമ്മലാമ്മ അറിഞ്ഞ ആ മനസ്സ് എന്തുമാത്രം വേദനിക്കും. എന്റെ ഒരു തോന്നല് ഞാൻ പറഞ്ഞേ ഉള്ളൂ, അത് വിട്ടേക്ക്. അല്ല, ഇന്ന് വൈകുന്നേരം മുതൽ കുറെ ഫയലും എടുത്തു വെച്ച ഒരേ പഠിത്തമാണല്ലോ. എന്താ കാര്യം? എന്റെ അത്രയ്ക്ക് മറന്നുപോയ നാളെയാണ് ആ റെയിൻബോ സൊല്യൂഷന്റെ ടെൻഡർ ഡേറ്റ്. അയ്യോ, 21st ശരിയാണല്ലോ. അത് നാളെയാ. കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്തായിരുന്നോ ഗൗതം? ഇത് സ്പോട്ട് ടെൻഡറാ. കുറെയൊക്കെ നമ്മൾ ഹോംവർക്ക് ചെയ്ത് പോണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ച് വേണം എമൗണ്ട് ഫിക്സ് ചെയ്യാൻ. അയ്യോ, അതിപ്പോ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയല്ലേ? റിസ്ക് ആണ്, പക്ഷേ ഈ ടെൻഡർ നമുക്ക് നേടിയേ പറ്റൂ നിധി. എമൗണ്ട് എത്ര താഴ്ത്തിയാണെങ്കിലും ഈ ടെൻഡർ ഞാൻ പിടിക്കും. 50 കോടിയോ അതിൽ താഴെ ആയാലും നേടിയേ പറ്റൂ. എന്നാലേ എനിക്ക് നമ്മുടെ വീട് തിരിച്ചെടുക്കാനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റൂ. അല്ല ഗൗതം, ഈ പുതിയ ടെൻഡർ കിട്ടിയാൽ തന്നെ അതിലും ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? റെയിൻബോ സൊല്യൂഷന്റെ ടെൻഡർ കിട്ടിയ ഫണ്ട് അറേഞ്ച് ചെയ്യാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേ അല്ല. ഈ ടെൻഡർ കൊണ്ട് മൊത്തത്തിൽ തന്നെ ഒരു മാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിർമ്മലാമ്മയെ ഇറക്കി വിടുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് താനെന്താ പ്രണവിനെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്? എപ്പോഴും ഞാൻ അതിന് തന്നെയല്ലേ ഗൗതം ശ്രമിക്കുന്നത്. അങ്ങനെയല്ലടോ, അവന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിന് പിന്നിൽ ഒരു റൂട്ട് കോസ് ഉണ്ട്. അതാണ് ഞാൻ പരിഹരിക്കാൻ പോകുന്നത്. എനിക്ക് മനസ്സിലായില്ല. പ്രണവിനെ നമ്മൾ മാറ്റി നിർത്തുന്നിടത്തോളം അവൻ ശിവാനിയും CKCയുമായിട്ട് അടുക്കും. അവര് പറയുന്നതായിരിക്കും പിന്നെ വേദവാക്യം. അതുകൊണ്ട് നാളത്തെ ടെൻഡറിന് ഞാൻ അവനെ കൂടി കൊണ്ടുപോവാ. അത് നല്ല കാര്യ ഗൗതം. അവനെ കൂടെ നിർത്തുന്നു എന്ന് തോന്നുമ്പോ തന്നെ പ്രണവിന് വലിയ സന്തോഷാവും. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് രാവിലെ റെഡിയായി നിൽക്കാൻ പറയട്ടെ? ഒന്നും വേണ്ട, അതൊക്കെ ഞാൻ അവനോട് സംസാരിച്ചു കഴിഞ്ഞു.
അവന് വലിയ സന്തോഷമായി. താൻ നോക്കിക്കോ, നാളെ നേരം വെളുക്കും മുമ്പേ അവൻ ഒരുങ്ങി റെഡിയായി ടെൻഡറിന് പോകാൻ വന്നിരിക്കും. ഇതൊരു നല്ല തുടക്കമാവും ഗൗതം. റെയിൻബോ സൊല്യൂഷൻസിന്റെ ടെൻഡർ നമുക്ക് തന്നെ കിട്ടുകയും നമ്മൾ ഈശ്വരമംഗലം വീട് തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഗൗതം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങും. നമ്മുടെ പ്രണവിനെ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും, അത് ഉറപ്പാ. ഉം. ഇറങ്ങാറായോ മോനെ? പിന്നെ കുറച്ച് നേരത്തെ അവിടെ എത്തണം, എന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പറ്റൂ. എന്തായാലും ഈ ടെൻഡർ നമുക്ക് തന്നെ കിട്ടണം മോനെ. ഉം. എന്നാലേ നമുക്ക് നമ്മുടെ ഈ വീട് നമ്മുടേതാക്കി തിരിച്ചെടുക്കാൻ പറ്റൂ. പാറു ടെൻഷൻ ആവല്ലേ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാനിത് നേടും. എടാ പ്രണവേ, നീ എന്തായി കാണിക്കുന്നേ? ഇതുവരെ റെഡി ആയില്ലേ? ടെൻഡറിന് പോകണ്ട നമുക്ക്? അയ്യോ, ഞാൻ രാവിലെ അങ്ങ് മറന്നുപോയി ഏട്ടാ. മറന്നുപോയെന്നോ? ഞാൻ ഇന്നലെ പറഞ്ഞാലേ നിന്നോട്. സോറി ഏട്ടാ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം. എടാ നേരത്തെ പോണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. 9 മണിക്ക് തന്നെ നമുക്ക് ഇറങ്ങേണ്ടതല്ലേ? ഇപ്പൊ തന്നെ സമയത്രയായി? 9 മണി ജസ്റ്റ് ആയതല്ലേ ഉള്ളൂ ഗൗതം. അവൻ ഇപ്പൊ റെഡി ആയിട്ട് വരും. പ്രണവ്, പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. ആ ചേട്ടാ, ഒട്ടും വൈകത്തില്ല, ഇപ്പൊ വരാം. 2 മിനിറ്റ്. ചെല്ല്. എന്ത് പറയാനാണെന്ന് പറ. ഏയ് ഗൗതം ടെൻഷൻ ആവാതെ, അവൻ പെട്ടെന്ന് റെഡി ആവും. വാ, കുറച്ചു നേരം ഇവിടെ ഇരിക്കും. ശിവാനി, എന്താ? എനിക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോണം. നീ ആ ഡ്രസ്സും കോട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ചേ, ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം. ഏയ് നിക്ക്, എവിടേക്കാ പോണത്? എന്താ എത്ര അത്യാവശ്യം? ഏട്ടൻ ഇന്നലെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നയാ, ഒരു വലിയ കമ്പനിയുടെ ടെൻഡർ ഉണ്ടെന്ന്. ഞാനും ചേട്ടൻ ഒരുമിച്ചാ പോന്നേ. നീ പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് ഞാൻ ഇപ്പൊ വരാം. എത്ര അകറ്റാൻ നോക്കിയാലും ഈ പ്രണവ് ചേട്ടന്റെ അടുത്തേക്ക് തന്നെ ചെന്ന് ഒട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അനിയനും ചേട്ടനും കൂടെ പോയി ടെൻഡർ അങ്ങനെ നേടിയാലുണ്ടല്ലോ, അതോടെ കഴിഞ്ഞു. പിന്നെ രണ്ടിനെയും പിരിക്കാൻ പറ്റില്ല. ഈ പോക്കിന് എങ്ങനെയെങ്കിലും തടയിട്ടല്ലേ പറ്റൂ. എന്ത് ചെയ്യും? യെസ്, അത് തന്നെ. ഞാൻ ആലോചിച്ച് തല കുണ്ണാക്കുന്നതിനേക്കാളും നല്ലതാ.